ഫൈൻ ഖീല ചോദിക്കപ്പെടുകയാണെങ്കിൽ എന്താ ചോദ്യം? ഇന്നൻ നിദാഅ ദുആഉൻ യാ ശൈഖ് മുഹിയുദ്ദീൻ യാ ഗൗസൽ അഅ്ലം അലൈ യാ ഖുത്ബ സമാൻ യാ സയ്യിദി യാ വലിയ അല്ലാഹ്, ഇങ്ങനെയുള്ള വിളികളൊക്കെ ദുആഉൻ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. വദ്ദുആഉ പ്രാർത്ഥനയാണെങ്കിലോ ഇബാദത്തുന്നത് ആരാധന കർമ്മമാണ്. ഇബാദത്തു ആരാധന ലിഗൈരില്ലാഹി അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധന ശിർക്കുൻ, അത് ബഹുദൈവ ആരാധനയാണ്. ഇതൊരു ചോദ്യമാണ്. അപ്പൊ ആസുല്ലാലും തങ്ങളെ എന്ന് യാ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചാൽ ആ വിളി ദുആയാണ്, ദുആ ഇബാദത്താണ്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് ശിർക്കാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും? ഫയകൂനു നിദാഉ ശൈഖ് റളിയല്ലാഹു അൻഹു ശിർക്കൻ. അപ്പൊ നമ്മൾ ഷെയ്ഖിനെ വിളിച്ച് സഹായം തേടുമ്പോ ആ വിളി പ്രാർത്ഥനയല്ലേ? അപ്പൊ ഷെയ്ഖിനെ വിളിച്ചുള്ള ആ വിളി, ആ പ്രാർത്ഥന എന്താണ്? ശിർക്കാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ കനിദായിൽ കുഫാരി ആര്യാറ്റിക്കും, നിഷേധികളായ ആളുകൾ അവര് പടച്ചുണ്ടാക്കി വെച്ച പടച്ചോമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ആകുമല്ലോ എന്ന് പറയും. നഊദു ബില്ലാഹി മിൻഹു, ഈ ശിർക്കിനെ തൊട്ടും ഈ അപരാധത്തെ തൊട്ടും നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചോദിക്കാം, ചോദിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ ഉല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭാഗക്കാരന് മറുപടി കൊടുക്കും, ലൈസ കദാലിക, ഇങ്ങനെ വാദിക്കുന്ന ആളുടെ വാദം ശരിയല്ല, അയാൾ വാദിച്ചതുപോലെയല്ല. ദുആക്ക് ഇബാദത്താണെങ്കിൽ ഉമ്മാനെ വിളിക്കൽ ഇബാദത്താണ്. ഇനി സഹായം തേടി പ്രധാനമന്ത്രിയെ വിളിച്ചാലും പോലീസിനെ വിളിച്ചാലും മന്ത്രിമാരെ വിളിച്ചാലും ആരെങ്കിലും വിളിച്ചാലും ആരെ വിളിച്ചാലും മക്കളെ വിളിച്ചാലും അതൊക്കെ ഇബാദത്താണ്. അപ്പൊ അതൊക്കെ ശിർക്കാണ്. അപ്പൊ ഈ ലോകത്ത് ശിർക്കല്ലാതെ ഒന്നും ഉണ്ടാകൂല ഇവരെ വാദപ്രകാരം. അപ്പൊ ആ പൊളിവായ വാദമാണ്. അപ്പൊ അതിന് മറുപടി പറയേണ്ടത് ഫൈന ദുആഅ, നിശ്ചയമായിട്ടും പ്രാർത്ഥന, വഇൻകാന മിൻഹു, ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയിൽപ്പെട്ട് തന്നെയാണ് ഒന്ന് ഹുവ ഇബാദത്തുൻ, അത് ഇബാദത്താണ്. അപ്പൊ ഇബാദത്തായ ഒരു കാര്യം പ്രാർത്ഥനയിൽപ്പെട്ടത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഹദീസ് പറയാറുണ്ടല്ലോ, അദ്ദുആ ഹുവൽ ഇബാദ, ഇബാദത്ത് മുഴുവനും എന്താണ്? പ്രാർത്ഥനയാണ്. നിസ്കരിച്ചാലും അതിന് പ്രാർത്ഥനയുണ്ട്, നോമ്പ് നോറ്റാലും അതിൽ പ്രാർത്ഥനയുണ്ട്, ഹജ്ജ് ചെയ്താലും അതിൽ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയില്ലാത്തൊരു ഇബാദത്തില്ല എന്ന്. അതാണ് അദ്ദുആഉ ഹുവ അദ്ദുആഉ മുഖ്രിൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ ഉള്ളിലാണ്, ഞെണുവാണ്. നമ്മുടെ എല്ലിന്റെ ഉള്ളിൽ ഞെണുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പ്. എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഏതെടുത്താലും അതിന്റെ ഉള്ളിൽ ഞെടുവായി നിൽക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ ആ നിസ്കാരം സ്വീകരിക്കണേ എന്ന് അതിലുണ്ട്. നോമ്പ് കഴിഞ്ഞാലും നോമ്പ് നോറ്റാലും അത് സ്വീകരിക്കണേ എന്നതിലുണ്ട്. അതുകൊണ്ടല്ലേ ദുആ ഇബാദത്തിന്റെ ഞെണുവാണ്. ഇബാദത്തൊക്കെ ദുആയാണെന്ന് പറയാൻ കാരണം അല്ലാ ദുആയൊക്കെ ഇബാദത്താന്ന് വെച്ചാൽ ആകെ അടങ്ങാറല്ലേ. അപ്പൊ അതുകൊണ്ട് പറയട്ടെ, ഇബാദത്ത് ദുആയിൽ ഇബാദത്തുള്ളതുണ്ടെങ്കിലും ദുആ വഹുവ, ആ ഇബാദത്തുള്ള ദുആ അദ്ദുആഉ ബിഇഅ്തിഖാദിർ റുബൂബിയ്യത്തി, അത് റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ എന്താവുള്ള ഇബാദത്താകുള്ളൂ. ഉമ്മാനെ വിളിക്കുമ്പോ അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ച് അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിച്ച് അതിന്റെ ആൾക്കാരോട് വരാൻ പറഞ്ഞ് നമ്മൾ സഹായം തേടിയ അതൊക്കെ ഇബാദത്താകുമോ? അതെങ്ങനെ ഇബാദത്താകുമോ? റബ്ബല്ലല്ലോ. അപ്പൊ റബ്ബിനെ സങ്കല്പിക്കണം, പടച്ചോനാണ് സങ്കല്പിക്കണം. അത് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാലേ എന്താവുകയുള്ളൂ? ഇബാദത്താവുന്ന പ്രാർത്ഥനയാകുള്ളൂ. ഇവിടെ മുഹിയുദ്ദീൻ ശൈഖിനെ ആരും പടച്ചവനെ വിളിക്കുന്നില്ല, അത് അള്ളയാണെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല. അല്ലെങ്കിൽ ഹവാസിയ, അല്ലെങ്കിൽ റബ്ബായിരിക്കാൻ പറ്റുന്ന എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അതിലേതെങ്കിലും ഒന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രാർത്ഥന ഇബാദത്താണ്, സമ്മതിച്ചാലാണ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. എന്താണ് റബ്ബായിരിക്കേണ്ട പ്രത്യേകതകൾ? കൽ വുജൂദി ദാത്തി, ദാത്തിന്റെ വുജൂദ്. യഥാർത്ഥ ദാത്തുൽ വുജൂദ് അള്ളാന്റെതാണ്.
നമ്മളതൊന്നും ദാത്തിൽ വജൂദ് ഹഖീഖത്തല്ലല്ലോ, റബ്ബുണ്ടാക്കിയതല്ലേ. അപ്പൊ തനിയെ ഉണ്ടാവും നിർബന്ധമായ ദാത്ത അള്ളയാണ്. അതുപോലെ തന്നെ ഓൽ വലിയ അൻകുല്ലിമാ സിവാഹു, സ്വന്തം നിലക്ക് നിൽക്കാൻ കഴിവുണ്ടാകാൻ മറ്റൊന്നിലേക്ക് ആശ്രയമില്ല. അങ്ങനെ ആശ്രയമില്ലാതിരിക്കുക, ആരെ ആശ്രയിക്കാതിരിക്കുക, ഇതൊക്കെ റബ്ബിന് വേണ്ട ഗുണങ്ങളാണ്. അത് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുമ്പോഴേ നിങ്ങൾ പറയുന്ന ഇബാദത്താവുകയുള്ള അല്ലെങ്കിൽ ഇല്ല. അപ്പോ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ റബ്ബാ വേണ്ട ഗുണങ്ങളുണ്ടല്ലോ, ആ പ്രത്യേക ഗുണങ്ങൾ വെച്ച് വിശ്വസിച്ച ആരെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിനെ വിളിച്ചാൽ, അത് റബ്ബാണ് സങ്കല്പിച്ച് വിളിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. അപ്പൊ പിന്നെന്താണ്, ഒരു ചൂല് മുന്നിൽ വെച്ചിട്ട് അത് റബ്ബാന്ന് വിചാരിച്ച് വിളിച്ചാൽ ശിർക്കാവും. അത് ഇബാദത്താണ്. അതിനിപ്പോ ആർക്കും തർക്കമൊന്നുമില്ല. വലാപാർക്ക വിധാനിക്ക ബൈന നിദായിൻ നിദായി ഹയ്യു മയ്യിത്തുമോ വലിയ വലിയ ഇങ്ങനെ വെക്കുമ്പോ റബ്ബാണ് സങ്കല്പിച്ച് വെച്ചാൽ മരിച്ച ആളെ വിളിച്ചാലും ശിർക്കാകും, ജീവിച്ചിരിക്കുന്ന ആളെ വിളിച്ചാലും ശിർക്കാകും, വലിയനെ വിളിച്ചാലും ശിർക്കാകും, പ്രവാചകനെ വിളിച്ചാൽ ശിർക്കാകും. അതുപോലെ തന്നെ ഉമ്മ വാപ്പമാരൊക്കെ വിളിച്ചാൽ ശിർക്കാകും. മക്കളെ റബ്ബാണെന്ന് സങ്കല്പിച്ചു വെച്ചാൽ, റബ്ബാണെന്ന് വിശ്വസിക്കാതെ അള്ളാന്റെ അടിമയാണ്, ഉന്നത അടിമയാണ്, അള്ളാഹുവിനേക്ക് അടുത്ത ആളാണ്, അള്ളാഹിന് ഇഷ്ടക്കാരാണ്, ഇത് തവസ്സുലാക്കി വിളിച്ചാൽ അത് ശിർക്കാകൂല. പാവങ്ങൾക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ, അവരെന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ശിർക്ക് പറയുള്ളൂ, അത് അവസാനം കിർക്കായി മാറി. അപ്പൊ വലൈസ കുല്ലു ദുആഇൻ, അങ്ങനെ വരുമ്പോ സൂറയും കുബറയൊക്കെ കൂട്ടി എന്ത് കിട്ടും? എല്ലാ വിളിയും എല്ലാ വിളിക്കലും എന്തല്ല? ഇബാദത്തല്ല. അപ്പൊ എന്താണ്? ബഅ്ദു ദുആഇ ഇബാദത്തുൻ. നമുക്ക് തിരിച്ചിങ്ങോട്ട് വെച്ച് നോക്കാം. കുല്ലു ഇബാദത്തിൻ ദുആ, അങ്ങനെ കുഴപ്പമില്ല. എല്ലാ ഇബാദത്തും ദുആയാണെന്ന് വെക്കാലോ. എന്നാ കുല്ലു ദുആഇ ഇബാദത്ത് എന്ന് പറയാൻ പറ്റൂല. കാരണം ഇബാദത്തിൽ ദുആ അല്ലാത്തതും ഉണ്ട്. ഇങ്ങനെ ശരിക്കും അറബി ഗ്രാമർ തസ്രീം അന്തിക്കും ബയാനൊക്കെ ഒന്ന് പഠിച്ചിട്ട് അതിന്റെ ശൈലി മനസ്സിലാക്കണം. ഖുർആനും ഹദീസിനും വേണ്ടതുപോലെ ചിന്തിക്കണം. അതിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിന് കച്ച കെട്ടി മുറുക്കി പിടിച്ച് ലഫ്ള് എല്ലാ കിതാബിലും ശറഅി പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെക്കാൻ വന്ന ആദ്യത്തെ മുത്തനാശക്കാരും മുഅ്തസിലത്താ. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നെ ഖവാരിജികളും മുത്തനാശക്കാരൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ പടവട്ടണം ഈ സുന്നിയാക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ ഇതൊന്നും എന്തല്ല, ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങളെ വിളിച്ചത് കൊണ്ടും അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിക്കുന്നതൊന്നും പ്രാർത്ഥനയല്ല. അപ്പൊ എല്ലാ ദുആയും ഇബാദത്തല്ലാതെ തെളിവ് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കൈഫ, എങ്ങനെ? വഖദ് ഖാല തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, ലാ തജ്അലു ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ. ആരംഭ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കേണ്ടോടത്ത് ഖുർആൻ പറഞ്ഞെന്താ? അല്ലാഹു തആല, നിങ്ങൾ പരസ്പരം പേര് വിളിച്ചുകൊണ്ടും ശബ്ദമുയർത്തിക്കൊണ്ടും വിളിക്കുന്ന പ്രകാരം നബിയെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. അപ്പോൾ നബിയെ വിളിക്കാൻ പറഞ്ഞു. ആ ദ്വാന്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതിനർത്ഥം. ആ ദ്വാക്ക് അർത്ഥം എന്താണ്? പ്രാർത്ഥന എന്നല്ലല്ലോ, സാധാരണ നമ്മൾ വിളിക്കുന്ന വിളിയാണത്. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരും ഒച്ചയും വിളിയൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്. ആ വിളി പോലത്തെ വിളി നിങ്ങൾ നബിയെ വിളിക്കാൻ പാടില്ല, അങ്ങനെ ആക്കരുത്. അപ്പൊ ഇവിടുത്തെ ദുആ ഇബാദത്തല്ലാന്ന് കിട്ടിയില്ലേ? അപ്പൊ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എല്ലാ ദുആയും ഇബാദത്തല്ല, ഇബാദത്തല്ലാത്ത ദുആയും ഉണ്ട് എന്ന്. അപ്പൊ ജഅല സുബ്ഹാനഹു വ തആല മിന ദുആഇ, അപ്പൊ ദുആയിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി മാ ഒന്നിനെ യതഅല്ലഖു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ യതഅല്ലഖു ബി ബഅദിനാ, നമ്മളിന്ന് ചിലവരോട് ബന്ധപ്പെടുന്നതും നബിയോട് ബന്ധപ്പെടുന്ന കാര്യം കൂട്ടിക്കുടിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ദുആയിൽ ഉൾപ്പെടുത്തി പറഞ്ഞത്. അതാണ് റസൂലുള്ളാഹിന്റെ വിളി നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആവരുത് എന്ന് പറഞ്ഞത്. വലാ യൻകശിഫു ഖതാഉ ഹാഉന, എന്നാൽ നമ്മൾ ഈ വിളിക്കുന്നിടത്ത് ഉള്ള ഈ ചർച്ചയിൽ ഒരു മൂടലുണ്ട്, ഒരു തിരിയാത്ത സംഗതിയുണ്ട്. അത് വല്ലാത്തൊരു പുലിവാലാണ്. ആ മൂടി നീങ്ങിപ്പോകൂല. ഇല്ലാബി ബയാനി ശുബഹിൻ അസാരത്തുക ഐദിൽ ബിദ്അത്തി വല്ലലാല,
വഴിതെറ്റിപ്പോയ മുത്തലാശയക്കാരായ ആളുടെ കരങ്ങൾ വരുത്തി വെച്ചതായിരിക്കുന്ന ചില സംശയങ്ങൾ ഇവിടെ ഉണ്ട്. ആ സംശയം എന്താണ് ശരിക്ക് ബയാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ബയാനി അജിബത്തിഹ അതിനുള്ള ഉത്തരങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അത് രണ്ടും നടത്തിയെങ്കിൽ മാത്രമേ ഇവിടെ സുന്നികൾക്കിടയിൽ പാവപ്പെട്ട സുന്നികളെ തസ്ലീസാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ വസ്വാസുകൾ നീങ്ങണമെങ്കിൽ ബയാൻ ചെയ്യേണ്ടതുണ്ട്. ഒരു കൗലിഹി തആല അള്ളാന്റെ വാക്ക് തെളിവായിട്ട് പറഞ്ഞാണ്. നമുക്കിവിടെ ആയത്തും ഹാദീസും ഇഷ്ടം പോലുണ്ട്. സുന്നത്ത് ജമാഅത്ത് അള്ളാഹും റസൂലും പഠിപ്പിച്ച തന്നെയാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊന. നിശ്ചയമായിട്ടും നിങ്ങളെ സഹായിക്കുന്നവർ, നിങ്ങളെ ഏറ്റെടുക്കുന്നവർ അള്ളാഹും റസൂലുമാണ്. സത്യവിശ്വാസികളായ ആളുകൾ നിസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുത്തു വീട്ടും, അവർ ജമാഅത്തിൽ പങ്കെടുക്കും, നിസ്കരിക്കും, ഇങ്ങനെയുള്ള ആളുകളാണ്. എന്നാൽ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കേണ്ട റാജിമാണ്. കാലം റാജി ഇമാർ റാജി തങ്ങൾ പറയുന്നു ഈ മാന ഇന്നമാ വലിയിക്കുന്നത് വലിയുടെ അർത്ഥത്തിൽ പറയുന്നത് ആയത്ത്. നമ്മൾ ഇവിടെ പറഞ്ഞ ആയത്തിന് മുമ്പ് ആയത്ത് പറഞ്ഞല്ലോ, ഓ മൗലാക്കുന്ന ആ ആയത്തുമായിട്ട് ഈ ആയത്തിന് ബന്ധപ്പെടുത്തുമ്പോ ഒബിമാ ബാധക ഇനി ഈ ആയത്തിന് ശേഷമുള്ള ഒന്നുമുണ്ട്, അതുമായി തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കുമ്പോ എന്ത് കിട്ടും? ലൈസ ഇല്ലൻ നാസിറ വൽ മുഹിബ്ബ. അള്ളാഹു അല്ലാതെ ഒരു നാസിറുമില്ല, ഒരു മുഹിബുമില്ല എന്ന് കിട്ടിയില്ലേ? അപ്പൊ മുഹിബുൻ നാസിറൊക്കെ എന്താണ്? അള്ള തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇതൊക്കെ അടയാളന്മാരായതല്ലേ ഉള്ളൂ. എന്താ പ്രശ്നം? ഫഖദ് സ്വറഹത്തിൽ ആയത്തു, വിശുദ്ധമായിരിക്കുന്ന ഖുർആനിക വചനം അതിതാ വ്യക്തമാക്കി തരുന്നു. എന്തുകൊണ്ട്? നിശ്ചയമായിട്ടും അല്ലാഹു തആല വറസൂലുഹു അല്ലാഹു തആലാന്റെ പ്രവാചകൻ വൽ മുഅ്മിനീന സത്യവിശ്വാസികളായ ആളുകളും എന്താണ്? അൻസാറുനാ വ മുഹിബ്ബൂന, അവരൊക്കെ നമ്മളെ സഹായിക്കുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമാണ് എന്ന് മനസ്സിലായല്ലോ. ഫഖദ് അസ്ബതല്ലാഹു നുസ്റത വൽ മഹബ്ബത ലഹു, അല്ലാഹു തആലാക്ക് ഈ പാവപ്പെട്ട ഈ സുന്നികളായ അടിയങ്ങളോട്, അല്ലാത്തോണ്ട് കേട്ടോ, നമ്മള് വിദ്യാർത്ഥികൾ തട്ടിപ്പറയുമ്പോൾ അങ്ങനെ പറയണല്ലോ, ഈ അടിമകളോട് സ്നേഹവും സഹായം അല്ലാഹു തആലാക്കൊണ്ട് നല്ല സ്ഥിരപ്പെടുത്തി. സുമ്മരി റസൂലി, പിന്നെ റസൂലുണ്ടെന്ന് സ്ഥിരപ്പെടുത്തി. സുമ്മരി സായിരി മോമിന, മറ്റു മോമിങ്ങൾക്കുമുണ്ടെന്ന് അല്ല സ്ഥിരപ്പെടുത്തി. ഇനി എവിടുക്കാ പോണ്ടത് നിങ്ങൾക്ക്? നിങ്ങൾ മൂലക്ക് ഇരുന്നോളി. വലാ യജൂസു തഖീദുഹു ബിഹയാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹായം സ്നേഹമൊക്കെ റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് മാത്രമേ ലഭിക്കൂ എന്ന് കൈത് കൊടുക്കാനൊന്നും ഇവിടെ പറ്റൂല. കാരണം എന്തുകൊണ്ടാ? അന്നഹു യദ്ഖുലു ഫീ ഖിതാബി വലിയിക്കും, നിങ്ങളെ വലി എന്ന് പറയുമ്പോ ആ നിങ്ങളുടെ ഖിതാബിൽ പ്രവേശിക്കുന്നു കുല്ലു മുക്കല്ലഫിൻ, എല്ലാ പ്രായപൂർത്തിയെത്തിയ ആളുകള് ഈ ഹയാത്തി നബിന്റെ ജീവിതകാലത്തിലും വഫാത്തി നബിന്റെ വഫാത്ത് കാലത്തിലും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരെ ഉണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നബി ആവുള്ളൂ. ആ നബിക്ക് ശേഷം നബി വരണ്ടേ? അപ്പോൾ അവസാന കാലം വരുന്ന ആൾക്കാർക്ക് അവർക്ക് നബി ആവണ്ടേ? അതാ നമ്മുടെ നബി. പിന്നെ ഇനി എങ്ങനെ നബിക്ക് സഹായിക്കാതെ കഴിയുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ വലിയ കുല്ലി മുഅ്മിൻ, എല്ലാ സത്യവിശ്വാസികൾക്കും ഉള്ള അധികാരിയാണ്, രക്ഷാധികാരിയാണ്, സഹായിയാണ്, ഇഷ്ടക്കാരനുമാണ്. അതുകൊണ്ടല്ലേ മൗലൂദിന്റെ വേളയിൽ ഈ മാസം ഫുള്ളായിട്ട് ആഘോഷിക്കുന്നത്. ആ നബിന്റെ ഇഷ്ടം നമ്മളോടുണ്ട്. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ ഇഷ്ടമുള്ള, നമ്മളെ സഹായിക്കുന്ന ഹബീബ നബിയെ നമ്മൾ എങ്ങനെ സ്നേഹിച്ചാലും മതിയാവുകയില്ല. എന്നിട്ട് മൗലൂദോധലും നബിദിനം ആഘോഷിക്കലും അന്നദാനം നടത്തലും ഒക്കെ ശിർക്കാക്കലും അത് ഉണ്ടായിട്ടില്ല, കുഫറും ശിർക്കും ഇങ്ങനെ വാദിക്കാണ്. അങ്ങനെ വരുമ്പോ നബിനെ സ്നേഹിക്കാൻ സമയമുണ്ടോ? ആലോചിച്ച് നോക്കുക ഈ അപകടം എവിടേക്ക് എത്തണമെന്നുള്ളത്. വലാ അളുന്നു അഹദമിനൽ മുസ്ലിമീന, മുഫസ്സിർ പറ, ഈ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാവ് പറയാണ്, മുസ്ലിങ്ങളിൽ പെട്ട ഒരാളെ പറ്റി ഞാൻ ധരിക്കുന്നില്ല. യസ്അമു അന്ന വലിയ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും ഹുവല്ലാഹു തആല വറസൂലുഹു വൽ മുഅ്മിനൂന വവലിയു താബിഈന വമൻ ബഅദഹും
ഹുവല്ലാഹു വൽ മുഅ്മിനൂന ഫഖാത്ത്. അപ്പൊ എന്താ പറഞ്ഞത്? നാം മുസ്ലിമിൽപ്പെട്ട ഒരാളെയും ധരിക്കുന്നില്ല. എന്ത് ധരിക്കുന്നില്ല? അയാൾ വാദിക്കുന്നു സ്വഹാബത്തിന്റെ വലിയ അല്ലാഹു തആലയും റസൂലും മുഅ്മിനുമാണ്. സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ താബിഈകളാണ്. താബിഈകൾക്കുള്ളതായ വലിയും താബിഈകൾക്ക് ശേഷമുള്ള വലിയും അള്ളയും മുഅ്മിനുകളും മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല എന്നാരും വാദിക്കുന്നില്ലല്ലോ. അങ്ങനെ പറ്റി നാം ചിന്തിക്കുന്നേ ഇല്ലാതെ. അപ്പൊ കദാലിക അപ്രകാരം തന്നെ യദ്ഖുലു ഫീ ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞ വാക്കിൽ പ്രവേശിക്കുമല്ലോ. വല്ലദീന ആമനൂ എന്ന് പറഞ്ഞു, അതിൽ പ്രവേശിക്കുന്നു ജമീഉൽ മുഅ്മിനീന, എല്ലാ സത്യവിശ്വാസികളും. ആ സത്യവിശ്വാസിപ്പെട്ട ആൾ ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങൾ അള്ളാഹിന്റെ വലിയല്ലേ, അള്ളാഹിന്റെ ഇഷ്ടക്കാരനല്ലേ. അപ്പൊ സഹായിക്കാൻ കഴിവുണ്ടല്ലോ, അള്ളാഹ് കൊടുത്തതല്ലേ. وفي تفسير البحر المحيط لشيخ أبي حيان, അബി ഹയ്യാൻ തങ്ങൾക്കുള്ളതായ ബഹർ മുഹീത്തിന്റെ തഫ്സീറുണ്ട്. അതിൽ കാണാം വല്ലാഹിർ ഖൗലിഹി തആല വല്ലദീന ആമനു. വല്ലദീന ആമനു എന്ന് അല്ലാഹു തആല പറഞ്ഞ വാക്കിന് മനസ്സിലാകുന്നത് ഉമൂമു മൻ ആമന, ഉമൂമു മൻ ആമന മൻ മല മിൻഹും വമൻ ബഖിയ, കഴിഞ്ഞു പോയ ആൾക്കാരും പെട്ടു, അവശേഷിക്കുന്ന ആൾക്കാർ ആരൊക്കെ വിശ്വസിച്ചോ അവർ മുഴുവനും ഉൾപ്പെടുത്തുന്നതാണ് വല്ലദീന ആമനു എന്ന ഖുർആനിക വചനം. അല്ല ജീവിച്ചിരിക്കുന്നവർ മാത്രം എന്നല്ല, കഴിഞ്ഞു പോയവർ ഇതിൽ പെടുന്നുണ്ട്, ഇപ്പൊ നിലവിലുള്ളവർ വരുന്നുണ്ട്, ഇനി വരാനുള്ള ആൾക്കാരൊക്കെ അതിൽ പെടും. വിശ്വസിച്ചവരൊക്കെ മുഅ്മിനീങ്ങളാണ്. അപ്പൊ എല്ലാവരും സഹായിക്കുന്ന അർത്ഥം. ഖാലിഖുൽ ഹസൻ, ഈ തഫ്സീർ ഹസൻ എന്നവർ പറഞ്ഞതാണ്. അപ്പോ ഹുവല്ലദീ ലാ യദ്ഖുറു മിനൽ ഉസൂലി, അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ അടിസ്ഥാനത്തിൽ നിന്ന് ഈ പറഞ്ഞ കാര്യമല്ലാതെ ഒന്നും തന്നെ വെളിവാവില്ല. ഇതല്ലേ കിട്ടുള്ളൂ, എല്ലാവരും പെടുമെന്നല്ലേ ഇത് കിട്ടുക. കാരണം അന്നൽ മൗസൂല വല്ലദീന എന്ന് പറഞ്ഞാൽ അല്ലദീന എന്നുള്ള മൗസൂല നഹ്വ് പഠിച്ചാൽ കിട്ടും. അത് മിൻ സിയഇൽ ഉമൂമി, അല്ലദീന ആമനു ശരിയും മൗസൂലും ശരിയും അത് കൂട്ടിനടിച്ചാൽ വിശ്വാസികളായ മുഴുവൻ എന്ന് പറയുമ്പോ അത് ബഹുവചനാണ്, എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നതാണ്, ആരും ഒഴിവാക്കൂല. അപ്പൊ ഇബാറത്തുൽ ജംഇ മാ സറഹി, അപ്പൊ പിന്നെ അതിന്റെ വ്യാഖ്യാനത്തോട് കൂടെ ജംഇന്റെ ഇബാറത്ത് വകുല്ലു വല്ലദി വല്ലത്തി വഅയ്യു വമ മത വഅയ്ന ഹൈസുമ വനഹവ, ഇതുപോലെയുള്ള എല്ലാം, ഇതൊക്കെ അല്ലദി വല്ലത്തി എന്ന ജംഇ പോലെ ഇത് മുഴുവനും ലിൽ ഉമൂമി, ഉമൂമിനുള്ളതാണ് ഹഖീഖത്തൻ യഥാർത്ഥത്തിൽ. അപ്പൊ വല്ലദീന ഉമൂമിനുള്ളതാണ്, കഴിഞ്ഞു പോയവരല്ല, ഇപ്പോഴുള്ളവരല്ല, ഇനി വരാനുള്ളവരൊക്കെ പെടും, മുഅ്മിനീങ്ങളായ മതി. അതാ പറയുന്നത്. കഴിഞ്ഞു. ഫബയ്യന തആല ഫി ഹാദിഹിൽ ആയത്തി, അപ്പൊ ഈ ആയത്ത് കൊണ്ട് അള്ളാഹ് വ്യക്തമാക്കി തരുന്നു അന്നൽ മുഅ്മിനീന, നിശ്ചയമായിട്ടും സത്യവിശ്വാസികൾ, ഔലിയ ഉലാവ അൻസാറുന, നമ്മളെ സഹായികളും നമ്മളെ സംരക്ഷിക്കുന്നവരും ഏറ്റെടുക്കുന്നവരുമാണ് സത്യവിശ്വാസം എന്ന് അള്ളാഹ് വ്യക്തമാക്കി. വഫസ്സറൽ ഇമാം അൽ ഹസൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു ഉലൈക്കൽ മുഅ്മിനീന, ഉലൈക്കൽ മുഅ്മിന, ആ കൂട്ടരായ മുഅ്മിനീങ്ങളെ പറ്റി വിശദീകരിച്ചത് ബിമൻ മാത മിന്നും വമൻ ബഖിയ, മരിച്ചവരും ശേഷം പിന്നെ അവശേഷിക്കുന്നവരും എല്ലാം ഉൾപ്പെടുന്നതായിട്ടാണ് വിശദീകരിച്ചത്. അപ്പൊ ഇവർക്കൊക്കെ തിരിഞ്ഞു, ഇവർക്ക് തിരിയാത്ത നമുക്കൊക്കെ തിരിഞ്ഞത് വിജയത്തേക്ക് ഫളഹറ ജവാദുൽ ഇസ്തിൻസാരി ബിഹി അല്ലദീ ഹുവൽ ഇസ്തിഗാസത്തു, ഇസ്തിഗാസ എന്ന് പറയുന്ന ഒന്നാണ് ഈ അംബിയ ഔലിയാക്കൾ തേടുന്ന സഹായം. അത് അനുവദനീയമാണെന്ന് വ്യക്തമായല്ലോ. അമ്മ അന്നഹ ഖദ് തുന്ദമു, ചിലപ്പോൾ ഈ സഹായം സുന്നത്തായിട്ടും നിൽക്കും. ഏതുപോലെ ഫലത്തത്ത് ദാബത്തുൻ, ഒരു മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരാൾ, അയാളെ മൃഗം കെട്ടഴിഞ്ഞ് പോയി കാണാതെയായി, അങ്ങനെ വന്നാൽ അവിടെ സഹായം തന്നെ സുന്നത്തല്ലേ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ പറഞ്ഞ വാക്കുദ്ധരിക്കാം.
ഇതൻ ഫലത്തത്ത് ദാബത്തു ആയിരിക്കും ഫലാത്തിൻ ഒഴിഞ്ഞതായ ഒരു മരുഭൂമി, അവിടെ നിങ്ങൾ ആരുടെയും മൃഗം മറഞ്ഞുപോയി കാണാനില്ലാതെ വന്നാൽ ഫൽയുനാദി യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ. അപ്പൊ നിങ്ങൾ വിളിക്കണം. ആരുപ്പാടെ സഹായം നേടാൻ ആരുമില്ല. സുന്നത്തായിട്ട് പറയാ, അള്ളാഹുവിനടിയങ്ങളെ നിങ്ങൾ പിടിച്ചു വെക്കണം, അള്ളാഹുവിനടിയങ്ങളെ നിങ്ങൾ പിടിച്ചു വെക്കണം. രണ്ടു വട്ടം പറയാനാണ്. എന്തിനാ റസൂലുള്ളാഹി ആരാരുമില്ലാത്ത അവിടെ ഇങ്ങനെ വിളിച്ചു പറയാൻ പറഞ്ഞത്? ബിരിയത്തര വാദപ്രകാരം ഇപ്പൊ നബി പറഞ്ഞ വാക്കെന്തയിക്കാരം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഉപയോഗിച്ചോട്ടെ. നിങ്ങളാരും കാണാത്ത ആളുകൾ ഭൂമിയിലുണ്ട്, അള്ളാഹ് സന്നിഹിതരായി നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ഒരു കേട്ടാൽ ആ നഷ്ടപ്പെട്ടു പോയ മൃഗത്തെ പിടിച്ച് തടഞ്ഞു നോക്കുന്ന. ഇതാ റിപ്പോർട്ട് ചെയ്ത റവാ ഇദ്രിസിന് റിപ്പോർട്ട് ചെയ്തതാണ്. ഏതുപോലെ വെച്ചാൽ കമാബിൽ അതുക്കാരി വൈരി, അതുക്കാറിലും അതുക്കാറല്ലാത്ത മറ്റു പല കിതാബിലും ഈ സംഭവം കാണാം. ഇനി നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷെയ്ഖായ ഇമാം നബവി തങ്ങൾക്ക് പറയാനുണ്ട്. ആ ഒരു ചർച്ചയിലേക്ക് പിന്നീട് വരാം.